കാർത്തിക് സൂര്യ ഒരു കാര്യം മറന്നുപോയി. ഒരു മാസ്ക് കൂടെ വെക്കണമായിരുന്നു. ഇദ്ദേഹം വലിയ വൃത്തിയുടെ കാര്യം പറഞ്ഞിട്ട് ഗ്ലൗസ് ഇട്ട് ക്യാപ്പ് വെച്ചു എല്ലാം വെച്ചു, പക്ഷെ ഒരു മാസ്ക് ഇട്ടില്ല. അങ്ങനെ കഥാനായകൻ ഹാർപ്പിക്കും ബ്രഷും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പം പുള്ളിക്ക് ഇതിന് നേരത്തെ അറിയാമോ ഈ 1 സ്റ്റാർ വരുന്ന എന്തായിരിക്കും കമൻ്റ് എന്നും അതെന്താ ചെയ്യേണ്ടതെന്നും ഒരു പ്രീ പ്ലാൻഡ് മാതിരി പുള്ളി ഹാർപ്പിക്കും ഒക്കെ ആയിട്ടാണ് പോയത്. കേരളം. നമസ്കാരം. വ്യത്യസ്തതയിൽ മുൻപന്തിയിലാണ് കാർത്തിക് സൂര്യ. കഴിഞ്ഞ മാസം അദ്ദേഹം ഒരു ട്രെയിൻ യാത്ര ചെയ്തിരുന്നു. കന്യാകുമാരിയിൽ നിന്ന് ആസാമിലെ ഡിബ്രുഗഡ് വരെയുള്ള 4218 കിലോമീറ്റർ, ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കിലോമീറ്ററാണ് ഈ 4218 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തിൽ അന്ന് ട്രെയിനിലെ ചില കാര്യങ്ങളൊക്കെ പുള്ളി ആദ്യം ഒന്ന് പറഞ്ഞിരുന്നു. കാര്യം പുള്ളി അതിനകത്തിരുന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയൊരു സീനായിരുന്നു പാൻപരാഗ് കഴിക്കുന്നത്. അപ്പം അന്നൊരു വിമർശനം വന്നത് ഇത്ര ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ ഒരു പാൻപരാഗിൻ്റെയൊക്കെ ഒരു കാര്യം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഏറെ കയറ്റിയൊരു സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിന് രണ്ടാം വീഡിയോ വന്നേക്കുന്നത്, അതായത് 1 റേറ്റഡ് സാധനം, അതായത് പുള്ളി ഈ കമൻറ്റുകളെല്ലാം പരിശോധിച്ചിട്ട് അതിൽ 1 റേറ്റ് വരുന്ന ഇത് 5 റേറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പരിപാടിയാണ് പുള്ളി ചെയ്തേക്കുന്നത്. അതായത് കമൻറ്റിൽ നിന്ന് ഏറ്റവും ഇതായിട്ടുള്ള സെലക്ട് ചെയ്തിട്ട് പുള്ളി അതിന് ഒരു 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് വരുന്നൊരു കാര്യം നമുക്കതൊന്ന് കാണാം. ലോങ്ങസ്റ്റ് റണ്ണിംഗ് ട്രെയിൻ വിവേക് എക്സ്പ്രസ് എന്ന പേരുള്ള ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തമിഴ്നാട് കന്യാകുമാരിയിലാണെങ്കിൽ ഇത് ചെന്ന് എൻഡ് ചെയ്യുന്നത് ആസാമിലെ ദിബ്രുഗഡിലാണ്. ഈ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഒരു റൺ ചെയ്യുന്ന ഈ ട്രെയിനിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ചില കാര്യങ്ങളും ഉണ്ട്, അതുപോലെ മോശം ചില കാര്യങ്ങളും കാർത്തിക് സൂര്യ തുറന്നു കാട്ടുന്നുണ്ട്. അപ്പം പുള്ളി എന്തിനൊക്കെയോ ചില പുറപ്പാടുകൾ ഈ ട്രെയിനിൽ കാണിക്കുന്നുണ്ട്. പലതും പുള്ളി പ്ലാൻ ചെയ്താണ് പോയേക്കുന്നത്. 1 റേറ്റഡ് സാധനം എന്ന് പറയുമ്പോൾ പുള്ളി പിന്നെ ടോയ്ലറ്റും അതിൽ പിന്നെ ക്ലീനിങ് ചെയ്യുന്ന പരിപാടി, അതുപോലെ തന്നെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ് അതിനകത്ത് ഈ റേറ്റഡ് ഇതിൽ സെലക്ട് ചെയ്തത്. നമുക്ക് ആ കാഴ്ചകളൊക്കെ അത് കാണാം. ഓവർ ക്രൗഡഡ് ആണ്. സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ ഓവറായിട്ട് ആൾക്കാർ കയറി ഈ ഇത്രയും ദൂരം പോകുന്ന ഈ ട്രെയിനിൽ ഒരു ഇത്രയും ഒരു നമ്മുടെ ഒരു ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ദൂരം പോകുന്ന ഈ ഒരു ട്രെയിനിൽ അതിനകത്ത് TTRൻ്റെ പോലും ഒരു പ്രസൻസ് വളരെ കുറവാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ, അതുപോലെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ, ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോട്ടെ, റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന പല കാഴ്ചകളുണ്ട്. ഒരു സ്ലീപ്പർ ക്ലാസ്സിലാണ് കിടക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ കിളി പോയി. കാരണം തറയിൽ വരെ ആൾക്കാർ കിടക്കുകയായിരുന്നു. നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ കാല് വെക്കുന്ന അവിടെ ഒരാളിരിക്കുന്നു, തറയിൽ കുറെ പേര് കിടക്കുന്നു. എൻ്റെ പൊന്നോ, TTR വരാതിരുന്ന കാര്യം ഇവർ പറഞ്ഞത് എനിക്ക് എക്സ്പീരിയൻസ് ആയില്ല. കാരണം ഞാൻ നോക്കിയപ്പോൾ TTR വരുന്നുണ്ടായിരുന്നു. അവിടെ ഓരോരുത്തരായിട്ട് പിടിച്ച് വരട്ടി നിന്നിരിക്കണോടാ എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലഹളയായിരുന്നു ഗൈസ് അവിടെ. നമുക്കറിയാം ഈ ട്രെയിൻ യാത്ര, ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പേ ഗുജറാത്ത് വരെ ഒരു ട്രെയിൻ യാത്ര ചെയ്തിരുന്നു. അതിലും ഞാൻ എൻ്റെ ഒരു വ്ളോഗ് നമ്മുടെ മറ്റൊരു ചാനലിൽ ഇടുന്നുണ്ട്. ആ ട്രെയിൻ യാത്രയിലും ഈ ടോയ്ലറ്റാണ് ഏറ്റവും നമ്മളേറ്റവും വീട് വിട്ടിറങ്ങിയാൽ ട്രെയിൻ യാത്രയിൽ നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ കംഫർട്ടായിട്ട് വേണ്ടത്. ഫുഡും അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ്. കിടക്കുന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ 2 കാര്യത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ സ്ലീപ്പർ ക്ലാസ്സിലേക്കൊക്കെ ആൾക്കാർ വന്ന് ഇടിച്ചു കയറി മാറിയിരിക്കുന്ന പറഞ്ഞ് നമ്മളെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അതപ്പോൾ ഈ ട്രെയിനിലൊക്കെ ഇപ്പം പഴയ മാതിരിയൊന്നുമല്ല, ക്ലീനിങ്ങിനൊക്കെ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. റെയിൽവേ അതിൻ്റെ ആൾക്കാർ വന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കേരളക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് മാന്യതയൊക്കെ കുറച്ച് പേരെങ്കിലും കാണിക്കുന്നുണ്ട്. ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ അവർ ഈ തമ്പാക്കു അടിച്ച് എന്തൊക്കെയോ ഇങ്ങനെ തുപ്പുന്നു, അങ്ങനെയൊക്കെ ഉള്ള ലഹരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ തുപ്പുകയും അതിൻ്റെ കവർ ഇടുകയും, അതുപോലെ പ്ലാസ്റ്റിക്, ഇപ്പം ഡസ്റ്റ്ബിന്നൊക്കെ നമുക്ക് കമ്പാർട്ട്മെൻറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യത്തില്ല. അവിടെ കിടന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേ വേണ്ട. രാവിലെ ആയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഒരു 4-5 മണിയായപ്പോഴത്തേക്കും ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നപ്പം അന്നേരം തന്നെ കുറെ ഹിജ്ഡകൾ വന്ന് ഉണർത്തി. അത് കഴിഞ്ഞപ്പോൾ കച്ചവടക്കാർ വന്ന്, അയ്യോ ആകെ മൊത്തം അലമ്പ്.
അത് ശരിയാണ്. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അവരൊരു കൂട്ടമായിട്ട് വരും. പൈസ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ ശപിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പേടിച്ച് നമ്മൾ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും. അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണത്. അതുപോലെ തന്നെ കച്ചവടക്കാർ ഈ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഈ ട്രെയിനിൻ്റെ ഫുഡ് പോലും നമുക്ക് അറിയാം, വെള്ളമൊക്കെ എത്രത്തോളം വൃത്തിയുണ്ടോ നമുക്കറിയാം എൻ്റെ കാര്യങ്ങൾ, എവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ കയറ്റുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ കഴിയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പോകണേ 2 ദിവസം 3 ദിവസം പോകണേ ഫുഡ് കംപ്ലീറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ പലരും ഈ ട്രെയിനിൽ കയറി കഴിയുമ്പോൾ വലിച്ചു വാരി കഴിക്കുന്നു. നമ്മളൊക്കെ കൊച്ചിലേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ വളരെ ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. സീറ്റിലിരിക്കുന്ന തികയാഞ്ഞിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ വെച്ചിട്ട് അതിന്റെ മണ്ടേ ആൾക്കാർ ഇരിക്കുന്നതും പോരാഞ്ഞിട്ട് പോകുന്ന വഴിക്കെല്ലാം ഡോറിന്റെ സൈഡിലും കണ്ടോ, ഇതാണ് കാഴ്ച. എവിടൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നതൊക്കെ ഒരു കണ്ടെയ്നർ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ പുറത്തിരിക്കുന്നു. ടോയ്ലറ്റിൻ്റെ താഴെ ഒരു വൃത്തി എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയൊക്കെ കാര്യം ശരിയാണ്, പക്ഷേ ഈ കാര്യത്തിലൊന്നും നമ്മൾ മുൻപോട്ട് പോയിട്ടില്ല. ഇതിന് ഓരോ ഹുക്കിൽ വരെ ആൾക്കാരെ തൂക്കിയിട്ടേക്കെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് ഓവർ ക്രൗഡഡ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സ്ലീപ്പർ ക്ലാസ്സിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം ഇത്രയും ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യാനാണ്. ഇനി നമുക്ക് കാർത്തിക് സൂര്യ ഈ ട്രെയിൻ യാത്രയിൽ അതായത് കമൻറ്റ് വരുന്നതിൽ നിന്നാണ് ഈ 1 സ്റ്റാർ തിരഞ്ഞെടുത്തിട്ടാണ് അതിലൊരു പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റുകൾ വായിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല നിറ്റും 1 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നത് ടോക്കിംഗ് അബൌട്ട് പങ്ക്ച്വാലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദി സർവീസ് വാസ് an utter failure. The train was so poorly maintained and the bathroom and sanitation facilities was a disaster. ഇതിനകത്ത് പറയുന്നതെല്ലാം പഞ്ച്വാലിറ്റി ഇല്ല. അതായത് ഒരു ട്രെയിനിലൊരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമുക്ക് ട്രെയിൻ യാത്രയിൽ ചിലപ്പോൾ ഡിലേ വരും. ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന നമ്മൾ അതിൻ്റെ ഒരു ഹെഡിലായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ കൺട്രോളിങ് അനുസരിച്ച് ട്രെയിൻ മൂവ് ചെയ്യത്തുള്ളൂ. 6 മണിക്കൂറൊക്കെ ഡിലേ വരിക എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ 8 മണിക്കൂർ ഡിലേ. അതുപോലെ തന്നെ ആ കമൻറ്റിൽ നിന്ന് ഏറ്റവും ഇതായിട്ട് വന്നിട്ടുള്ള കമൻറ്റുകൾ ഈ ടോയ്ലറ്റിൻ്റെ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത പരിപാടി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പകലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ എങ്കിലും ഈ ക്ലീനിങ്ങിനൊക്കെ വരുന്നുണ്ട്. പണ്ടൊക്കെ ഈ പാട്ട് പാടി അതുപോലെ ട്രെയിൻ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പൈസ വാങ്ങിക്കുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നും വളരെ കുറച്ചേ കാണുന്നുള്ളൂ. ബട്ട് ഇതിന് ഞാൻ സൊല്യൂഷനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വാണപ്പാടോ 5000 രൂപ അടുപ്പിച്ചുള്ള വിലയുള്ള ടിക്കറ്റാണ്. ഇതിലെങ്ങനെ ഞാൻ തലവെച്ച് കിടക്കും എൻ്റെ പൊടിപ്പുര അമ്മച്ചി. ഈ ഷീറ്റെങ്കിലും നോക്കാം. ഒരു ചെറിയ സെലോ ടേപ്പ് കൊട്ടിച്ച് തന്നിട്ടുണ്ട്. അത്ര ക്ലീൻ ഷീറ്റും അല്ല എൻ്റെ പൊന്നോ. ഇത് സെക്കൻഡ് എ സിയിലെ ഒക്കെ കൊടുക്കുന്ന ഈ പിന്നെ പുതപ്പും മറ്റ് കാര്യങ്ങളുമൊക്കെ പോലും വളരെ മോശമായിട്ടാണ്. ഇത്രയും ഒരു ലോങ്ങസ്റ്റ് ജേർണി ഉള്ളൊരു ട്രെയിനിൽ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അടുപ്പിച്ച് ചെക്കിങ് നടത്തി സെറ്റ് പൊന്നോ. ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് ഒക്കെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞേക്കുന്നു. ട്രെയിനിന്റെ ജോയിന്റ് വരുന്ന ഭാഗത്താണെങ്കിൽ തുപ്പി നാറ്റി കഫവും മൂക്കളയും പാൻപരാവും കൊണ്ട് നിറച്ച് വെച്ചേക്കുന്നു. വാഷ് ബേസിനുകളാണെങ്കിൽ ക്ലോഗ് ആയിട്ട് അതിനകത്ത് വെള്ളം നിറഞ്ഞ് വേസ്റ്റും അതുമൊക്കെ അവിടെ കിടന്നാടുന്നു. വേറൊരു വാഷ് ബേസിൽ നോക്കിയപ്പോഴത്തേക്കും പൈപ്പ് ലീക്കായിട്ട് വെള്ളം പൊക്കോണ്ടേ ഇരിക്കണം. ചില വാഷ് ബേസിന് ഇവര് വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതിന്റെ മേളിൽ കൊല പഴിപ്പിക്കാൻ തൂക്കിയിട്ടേക്കുന്നു, ബാഗുകൾ തൂക്കിയിട്ടേക്കുന്നു. സോ 1 സ്റ്റാർ റിവ്യൂ വെൽ വർത്ത് ആണ്. ഇതിനെ നമുക്ക് 5 സ്റ്റാർ റിവ്യൂ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നേ ചെയ്യാനുള്ളൂ. ഇനി 1 സ്റ്റാർ റിവ്യൂവിനെ 5 സ്റ്റാർ ആക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. ഇറങ്ങുക, മാക്സിമം വൃത്തിയാക്കാൻ പറ്റുന്നത് വൃത്തിയാക്കുക. നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു മുതുക്ക് പച്ച കളർ ഗാർബേജ് ബാഗ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേസ്. അതും കൊണ്ട് ഈ കമ്പാർട്ട്മെന്റുകളെല്ലാം കയറി ഇറങ്ങി നിരങ്ങി നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ ഏതായാലും യൂട്യൂബിലേക്കുള്ള പരിപാടിക്കാണെങ്കിലും ശരി, കാർത്തിക് സൂര്യ ചെയ്തൊരു നല്ല പരിപാടിയാണ്. കുറേ പിന്നെ വലിയ ഗാർബേജ് ബാഗും ഒക്കെ ആയിട്ട് പോയിട്ട് വേസ്റ്റ് എടുക്കുകയും മറ്റു പരിപാടികളൊക്കെ ചെയ്തു. ഇനിയൊരു ഭയങ്കര ഒരു പരിപാടി ഇപ്പോൾ വരുന്നുണ്ട്. വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു വലിയ കൂമ്പാരമാക്കി. അയ്യോ, ഇത് നമ്മുടെ ബിഗ്രയുടെ കമന്റിലുള്ള കുപ്പിയല്ലേ നമുക്ക് കിട്ടിയ കുപ്പിയൊക്കെ രഹസ്യമായിട്ട് ടോയ്ലറ്റൊക്കെ പോയിരുന്നു അടിക്കുന്നത്. കഷ്ടം. ബിഗ്ര 1 സ്റ്റാർ കൊടുത്തിട്ട് എഴുതിയിരുന്ന വെരി വെരി ബാഡ്. ഒരുപാട് തമസ് ഡൗണും പിന്നെ ലിക്കർ ബോട്ടിൽ ആർ ഇൻ ദ ബാത്റൂം ഇൻ സെക്കൻഡ് AC എന്നാണ്. പക്ഷെ അത് ശരിയാ, ബാത്റൂമിൽ പോയാണ്. സെക്കൻഡ് AC ആയാലും പിന്നെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയാലും സ്ലീപ്പർ ആയാലും വെള്ളമടിക്കാർക്ക്
ബാത്റൂം എന്നൊരു പ്രശ്നമല്ല. ഈ ടോയ്ലറ്റിൽ അവരതിനൊക്കെ വലിയ ഗന്ധമുള്ള സാധനം അടിക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നമല്ല. നമുക്ക് സീറ്റിന്റെ അടിയിൽ നിന്നാണ് കിട്ടിയത്. എന്തായാലും വിക്രയുടെ 1 സ്റ്റാർ കള്ളമല്ലെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി സുഹൃത്തുക്കൾ. ഇനി ഇത് എവിടെ ഡിസ്പോസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോ റെക്കറിംഗ് ഫാക്ടറാണ് ഇവരുടെ ബാഡ് ടോയ്ലറ്റ്. ഫോർ എക്സാമ്പിൾ ഏട്ടൻ 8K പറയാനുണ്ടായിരുന്നു സുഹൃത്തുക്കളെ, ബാത്റൂം കണ്ടീഷൻ ഈസ് വെരി ബാത്റൂമാണ് ഈ 1 സ്റ്റാറിൽ നിന്ന് 5 സ്റ്റാർ ആക്കുന്നത്. നമുക്കൊന്ന് കാണാം. വെരി അഗ്ലി. നിച്ചുവിനും പറയാനുണ്ടായിരുന്നു ട്രെയിൻ വാസ് പൂർലി മെയിൻറ്റൈൻ. 1 സ്റ്റാർ റേറ്റഡ് വേസ്റ്റ് റിവ്യൂവിനെ എങ്ങനെ 5 സ്റ്റാർ റേറ്റഡ് ആക്കാന്നുള്ള ചിന്ത എന്നെ അവിടെ കൊണ്ടെത്തിച്ച സുഹൃത്തുക്കളെ. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ അങ്ങനെ ബ്രഷും ഹാർപ്പിക്കും അതിന് വേണ്ട സാധനം. അങ്ങനെ കഥാനായകൻ ഹാർപ്പിക്കും ബ്രഷും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പം പുള്ളിക്ക് ഇതിന് നേരത്തെ അറിയാം ഈ 1 സ്റ്റാർ വരുന്ന എന്തായിരിക്കും കമൻ്റെന്നും അതെന്താ ചെയ്യേണ്ടതെന്നും ഒരു പ്രീ പ്ലാൻഡ് മാതിരി പുള്ളി ഹാർപ്പിക്കും ഒക്കെ ആയിട്ടാണ് പോയത്. സാമഗ്രികളും എല്ലാമായി ഞാൻ കക്കൂസിക്കാറ്. എന്റെ പൊന്നോ അഴുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇന്ത്യൻ ക്ലോസറ്റിന്റെ സൈഡിൽ അത്രയും അഴുക്ക്, അതിന്റെ ചുറ്റും ഒട്ടിച്ചേക്കുന്ന സിലിക്കൺ മൊത്തം അഴുക്ക്, അതിന്റെ സൈഡിലുള്ള ഡ്രെയിൻ അഴുക്ക്, അതിന്റെ ഹോൾ അഴുക്ക്, അഴുക്കില്ലാത്തൊരു ഭാഗം അതിനകത്തില്ല. അവിടുത്തെ വാഷ് ബേസ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരുവിധം വൃത്തിയായിട്ടൊക്കെ പോകുന്ന വന്ദേ ഭാരതൊക്കെയാണെന്ന് തോന്നുന്നു. വന്ദേ ഭാരതിൽ നല്ല നീറ്റ്നെസ്, അതുപോലെ ഫുഡിൻ്റെ ക്വാളിറ്റി, പിന്നെ ടൈം കീപ്പ് ചെയ്യുന്നത് എല്ലാം വളരെ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വലിയ മാറ്റമാണ് വന്ദേ ഭാരത്. ഇതിൻ്റെ ടോയ്ലറ്റും ഒക്കെ ഇതൊക്കെ കുറച്ച് മാറ്റണം. വലിയ സാമ്പത്തിക ചിലവുള്ളൊരു പരിപാടിയാണ് ഈ വന്ദേ ഭാരതിലെ യാത്ര. സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല. 150 രൂപയ്ക്ക് പോകുന്നതിന് 750-900 രൂപ മുടക്കേണ്ട ഒരു അവസ്ഥയൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ച് പറ്റത്തില്ല. അവർക്കൊരു വൺസ് ഇൻ എ ലൈഫ് ചിലപ്പോൾ പോയെന്നിരിക്കും ആഗ്രഹം കൊണ്ട്. പക്ഷേ അല്ലാതൊന്നും അവരെ സംബന്ധിച്ച് നടക്കത്തില്ല. ഇതുപോലുള്ള ട്രെയിൻ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഈ TTRന് അപ്പുറം ഇതിൻ്റെ സെക്യൂരിറ്റി ഇതുണ്ടല്ലോ, RPF ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇത് കുറേ ശ്രദ്ധിച്ച് അവർ രാത്രിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ കുറേ ശ്രദ്ധ കൊടുക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് ട്രെയിനിൻ്റെ സൈഡിൽ പോയി നിന്ന് പരിപാടി ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ഒരു യാത്രയിൽ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ട്രെയിൻ വിട്ട സമയത്ത് മൊബൈൽ ഫോൺ താഴെ പോവുകയും ആൾ ചാടി ചങ്ങല വലിച്ചിട്ട് ചാടി ഇറങ്ങി മൊബൈൽ എടുത്ത്. പക്ഷെ അവനെ വന്നിട്ട് ശരിക്കും ശിക്ഷ കിട്ടി. കോടതി വരാൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ ശിക്ഷ? അപ്പോൾ ഞാൻ അവിടെ തിരകെ പറഞ്ഞൊരു 5000 രൂപയെങ്കിലും പോകുമെന്ന് പറഞ്ഞു. ട്രെയിൻ വടകരയിൽ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ അങ്ങനൊരു അനുഭവം എനിക്ക് അറിയാം. ട്രെയിൻ ആവശ്യമില്ലാതെ ചങ്ങല പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ കാര്യം ഇത് എത്ര വണ്ടികൾ അപ്പുറം ഇപ്പുറം വരുന്നത് ബ്ലോക്കാകും. അവിടെ ഒരു 5 മിനിറ്റ് വേണം ഇത് റിലീസ് ചെയ്തിട്ട് വിടാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വിട്ടുപോയി. ഇതാണ്ട് ടോയ്ലറ്റ് ക്ലീനിങ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ നോക്കി അതിൻ്റെ അവസ്ഥയിൽ പിന്നെ വെള്ളം പിടിക്കാനായിട്ട് വെച്ചേക്കണം മഗ്ഗിനകത്ത് ഒരു ഓന പൊത്തല്, അതിനകത്ത് വെള്ളം ചാടുന്നു. അത് മാത്രമല്ല ആ കപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഉണ്ടാക്കിയ കാലത്ത് വാങ്ങിച്ചു വെച്ച കപ്പാണെന്ന് തോന്നുന്നു. അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിനകത്താണ് ആൾക്കാർ സാധിക്കണേന്ന് വരെ നമുക്ക് തോന്നി. അത്ര വൃത്തികെട്ടത് കപ്പ്. എന്തായാലും എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കർമ്മം അങ്ങോട്ട് തുടങ്ങി. ഹാർപ്പിക്ക് കടച്ചാതി എല്ലായിടത്തും ഒഴിച്ച് ബ്രഷും കൊണ്ട് ഞാനൊരു പിടി അങ്ങ് തുടങ്ങി. ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അവിടെ കഴുകുന്നു. ഏതായാലും കാർത്തിക് സൂര്യ ഒരു കാര്യം മറന്നുപോയി. ഒരു മാസ്ക് കൂടെ വെക്കണമായിരുന്നു. ഇദ്ദേഹം വലിയ വൃത്തിയുടെ കാര്യം പറഞ്ഞിട്ട് ഗ്ലൗസ് ഇട്ട് ക്യാപ്പ് വെച്ചു എല്ലാം വെച്ചു, പക്ഷേ ഒരു മാസ്ക് ഇട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സ്പീച്ച് ഇതിനകത്ത് ഇടയ്ക്ക് ചെയ്യേണ്ടതുകൊണ്ടായിരിക്കും പുള്ളി മാസ്ക് വെക്കാൻ. എന്നാലും ഇത്രയും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മാസ്ക് അത്യാവശ്യമായിരുന്നു. ഇവിടെ കഴുകുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ കഴുകി ആ കപ്പ് എടുത്ത് കഴുകി തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നു കേസേ ഒരു മാറ്റം. ഇങ്ങനെ കാർത്തിക് സൂര്യ ഒരു ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടോയ്ലറ്റോ ഒരു വാഷ് ബേസിനോ ക്ലീൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ എത്ര നന്നാകും? ഒരു ട്രെയിൻ ക്ലീൻ ആകുന്നില്ലല്ലോ, കേവലം ഒരു ട്രെയിനിൻ്റെ ഒരു ഭാഗം മാത്രം. എത്രയോ വണ്ടികളാണ് നമ്മുടെ കേരളത്തിൽ കൂടെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഒരു ദിവസം ഓടുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. കാർത്തിക് സൂര്യ ഈ ഒരു രീതിയിലേക്ക് വ്ലോഗ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് റയാൻ ട്രഹാൻ. ഇതാണ് ആ യൂട്യൂബർ. I can lay down in a bed on a train tonight.
ഇദ്ദേഹത്തിൻ്റെ ഒരു രാജ്യങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി ഈ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഒരു നല്ല വ്ളോഗറാണ്. കോടിക്കണക്കിന് വ്യൂസാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അതാണ് പുള്ളിയുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഏതായാലും അതൊരു നല്ലൊരു ഇൻസ്പിറേഷനാണ്. നല്ല കാര്യങ്ങൾക്ക് നമുക്കിപ്പോൾ ആരെയും ഇൻസ്പയർ ചെയ്യാമല്ലോ. കാര്യം സിനിമയിൽ തന്നെ എന്താ നടക്കുന്നത്, പാട്ട് മോഷണം നടക്കുന്നത്. അപ്പം പിന്നെ ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു തീമൊക്കെ ഒരു കാർത്തിക് സൂര്യൻ മറ്റൊരാളിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.